നാം എല്ലാ ദിവസവും എത്രയോ തവണ ഓതുന്ന വളരെയേറെ മഹത്വമുള്ള സൂറത്താണല്ലോ സൂറത്തുൽ ഫലഖ് അഥവാ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. എന്നാൽ പലപ്പോഴും ആയത്തുകൾ ചേർത്ത് വേഗതയിൽ ഓതുമ്പോൾ പലരും ഓതാറുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇങ്ങനെ ആയത്തുകളുടെ അവസാനത്തിൽ സുക്കൂൻ ചെയ്തു വിടവില്ലാതെ ശ്വാസം മുറിക്കാതെയാണ്. ഈ രൂപത്തിലുള്ള ഓത്ത് മഷ്ഹൂറിനെതിരാണ്. തെറ്റോ കുറ്റമോ ഒന്നുമില്ലെങ്കിലും അങ്ങനെയല്ല നാം ഓതേണ്ടതും ഓതി പഠിക്കേണ്ടതും. എല്ലാ ആയത്തുകളുടെയും അവസാനം വഖഫ് ചെയ്തു ഓതൽ പ്രത്യേകം സുന്നത്തും ഏറ്റവും നല്ല രൂപവുമാണെങ്കിലും ആയത്തുകൾ ചേർത്ത് ഓതുമ്പോൾ നാം ഓതേണ്ട ശരിയായ രൂപം അഥവാ മഷ്ഹൂറായ രൂപം ഓരോ ആയത്തുകളുടെയും അവസാനത്തെ ഹർക്കത്തനുസരിച്ചാണ്. അത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇങ്ങനെയാണ് ആയത്തുകൾ ചേർത്തോതുമ്പോൾ നാം ഓതേണ്ടത്.